ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പനുസരിച്ച് ഈദുൽ അദ്ഹ ദിവസത്തിൽ ദുബൈയിലെ പാർക്കുകളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും പ്രവർത്തന സമയങ്ങളിലും ഇവിടങ്ങളിൽ നടക്കുന്ന പരിപാടികളിലും മാറ്റം വരുത്തും. ഇതനുസരിച്ച് റെസിഡൻഷ്യൽ പാർക്കുകൾ രാവിലെ 8 മുതൽ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. വിനോദ പരിപാടികൾക്ക് സൗകര്യമുള്ള അബീൽ, അൽഖോർ, അൽ-മംസാർ, അൽ-സഫ, മുഷ്രിഫ് പാർക്കുകൾ രാവിലെ 8 മുതൽ 11 മണി വരെ ആയിരിക്കും പ്രവർത്തിക്കുക. മുഷ്കരിഫ് പാർക്കിലെ ബൈക്ക് ട്രക്ക് നടപ്പാത രാവിലെ 6 മുതൽ രാത്രി 7 വരെ ഉപയോഗിക്കാം. ഖുറാനിക് പാർക്ക് രാവിലെ 8 മുതൽ രാത്രി 10 വരെ പ്രവർത്തിക്കും. രാജ്യത്ത് ചില അപേക്ഷകർക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ദിവസം കൊണ്ട് നേടുന്നതിന് അനുവദിക്കുന്ന ഒരു പുതിയ സംരംഭം പ്രഖ്യാപിച്ചു. ഫുജൈറയിലെ നാഷണൽ സർവീസ് റിക്രൂട്ട്മെൻറ്റുകൾക്കായി തുറന്നിട്ടുണ്ട്. അതിവേഗം പിന്തുടരുന്ന നടപടിക്രമം അപേക്ഷകർക്ക് അവരുടെ സൈദ്ധാന്തിക പരിശോധന, നേത്രപരിശോധന, റോഡ് ടെസ്റ്റ് എന്നിവ ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. ബുധനാഴ്ച എമിറേറ്റ് പോലീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഉദ്യമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് റിക്രൂട്ട് ചെയ്യുന്നവർ ഹൈസ്കൂൾ ബിരുദധാരികളായിരിക്കണം. അധികാരികൾ അതിൻ്റെ പ്രഖ്യാപനത്തിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഷാർജയും റാസൽ ഖൈമയും സമാനമായ സംരംഭങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ എമിറേറ്റിൽ ഉടനീളമുള്ള ഏകദിന ടെസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്ന പേരിലാകെ 194 പുരുഷന്മാരും സ്ത്രീകളും പരിശീലനം നേടിയതായും ഷാർജ പോലീസ് അറിയിച്ചു. ബലിപെരുന്നാൾ വിപണിയിൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൻ്റെയും വിലവർധനവ് ഒഴിവാക്കുന്നതിൻ്റെയും ഭാഗമായി അധികൃതർ പരിശോധനകൾ തുടരുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും അതിൻ്റെ നടപ്പിലാക്കൽ ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഗവർണറേറ്റുകളിലെ വാണിജ്യ സ്ഥാപനങ്ങളിലായിരുന്നു അധികൃതർ പരിശോധന നടത്തിയത്. ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റു പൂഴ്ത്തിവെപ്പ് തടയലും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നു. പെരുന്നാൾ വിപണിയിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി കർശന പരിശോധനകളാണ് നടക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കടകളിലും മാർക്കറ്റുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഓഫർ ആനുകൂല്യങ്ങൾ, വിലക്കിഴിവുകൾ എന്നിവയെല്ലാം കൃത്യമായി തന്നെയാണോ നൽകുന്നത് എന്നായിരുന്നു അധികൃതർ പരിശോധിച്ചത്. ഒമാനിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജിന് പോകുന്നതിന് 15 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കും. രാജ്യത്ത് പുതുതായി നടപ്പിലാക്കിയ തൊഴിൽ നിയമമാണ് ഇക്കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഹജ്ജ് ചെയ്യാനായി ലഭിക്കുന്ന ഈ സവിശേഷ അവധി 1 വർഷത്തെ തുടർച്ചയായ ജോലിക്ക് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. മാത്രവുമല്ല, തൊഴിലാളികളുടെ സേവന കാലയളവിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ലീവിന് അർഹതയുണ്ടായിരിക്കുക എന്നും നിയമം പറയുന്നു. റോയൽ ഡിഗ്രി നമ്പർ 53/2023 മുഖേന പ്രാവർത്തികമായ നിയമത്തിലാണ് ഇതുൾപ്പെടെ തൊഴിലാളി സൗഹൃദമായ നിരവധി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്. അതേസമയം ഈ വർഷത്തെ ഹജ്ജിനായി ഒമാനിൽ നിന്നുള്ള സംഘങ്ങൾ ഇതിനോടകം പുണ്യഭൂമിയിലെത്തിയിട്ടുണ്ട്. ഈ വർഷം ഒമാനിൽ നിന്നും 14,000 തീർത്ഥാടകർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത്. ഇതിൽ 13,500 ഒമാനികളും 250 അറബ് താമസക്കാരും 250 അറബ് ഇതര താമസക്കാരുമാണ്. ഏറ്റവും കൂടുതൽ ഹജ്ജിന് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ് പോയത്. പ്രായം, കുടുംബാവകാശം, മഹറം, സഹയാത്രികർ, ആവർത്തിച്ചുള്ള അപേക്ഷകൾ, ഹജ്ജിന്റെ തരം, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, മരിച്ച വ്യക്തിയുടെ പേരിൽ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അപേക്ഷകരിൽ നിന്നും വിശുദ്ധ കർമ്മത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആകെയുള്ള അപേക്ഷകരിൽ സ്ത്രീയും പുരുഷനും ഏതാണ്ട് തുല്യമാണ്. സ്ത്രീകൾ 49.9%, പുരുഷന്മാർ 50.1%. 30നും 45നും ഇടയിൽ പ്രായമുള്ളവരിൽ 41.7%, 46നും 60നും ഇടയിൽ വരുന്നവർ 36.7%. 16.8% പേർ 60 വയസ്സിന് മുകളിലുള്ളവരും 4.9% പേർ 18 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ളവരുമാണ്. കുവൈറ്റ് മൻഗഫ് NBTC ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. രാവിലെ 8:30 കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഏറ്റുവാങ്ങും. അതേസമയം ആകെ 48 പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടത്. 25 പേർ മലയാളികളാണ്. ഒരാളുടെ കൂടി മൃതദേഹം തിരിച്ചറിഞ്ഞതോടെയാണ് മരിച്ച മലയാളികളുടെ എണ്ണം 25 ആയത്. നേരത്തെ 24 പേരുടെ പേര് വിവരങ്ങൾ നോർക്ക പുറത്തുവിട്ടിരുന്നു. നിതിൻ കുത്തൂർ ലക്ഷ്മണൻ എന്ന യുവാവിൻ്റെ മൃതദേഹമാണ് അവസാനം കണ്ടെത്തിയത്. തമിഴ്നാട് 7, ഉത്തർപ്രദേശ് 4, ആന്ധ്രാപ്രദേശ് 3, ബീഹാർ, ഒഡീഷ 2 വീതം, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരണപ്പെട്ടത്.
പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. തീപിടുത്തത്തിൽ മരിച്ച എല്ലാ മലയാളികളുടെയും മൃതദേഹം കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടന്നിരുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വിമാനം ക്രമീകരിക്കാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് നിർദ്ദേശം നൽകിയിരുന്നു. തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനും അമീർ ഉത്തരവിട്ടു. അതേസമയം വിമാനം അയക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യൻ വ്യോമസേനയും അറിയിച്ചിരുന്നു. ശനി മുതൽ ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ വേഗത്തിൽ നടപടി പൂർത്തിയാക്കാനാണ് ശ്രമം നടത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മേൽനോട്ടത്തിൽ ഇന്ത്യൻ എംബസി തുടർ നടപടികൾ പൂർത്തിയാക്കി വരുന്നുണ്ട്. തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അറിയിച്ചു. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധനയും വേണ്ടിവന്നു. മരിച്ചവർക്ക് NBTC കമ്പനി സഹായധനം പ്രഖ്യാപിച്ചു. മരിച്ച മുഴുവൻ തൊഴിലാളികളുടെയും കുടുംബത്തിന് അടിയന്തര സഹായധനമായി 8 ലക്ഷം രൂപ വീതം നൽകും. പുറമെ ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക, മറ്റ് ആനുകൂല്യങ്ങൾ, കുടുംബത്തിന്റെ പരിരക്ഷ, ആശ്രിതർക്ക് ജോലി എന്നിവയും നൽകും. അറ്റകുറ്റപ്പണികൾ തുടരുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ സീബിൽ നിന്നും മസ്കറ്റിലേക്കുള്ള പാതയിൽ റോഡ് ഭാഗികമായി അടച്ചു. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മസ്കറ്റ് നഗരസഭയാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 ശനിയാഴ്ച വരെ റോഡ് അടഞ്ഞുകിടക്കും. അതേസമയം യാത്രക്കാർ ഗതാഗത നിയന്ത്രണങ്ങൾ പാലിക്കുകയും സമാന്തര പാതകൾ തെരഞ്ഞെടുക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. 2 വർഷത്തോളമായി ഇറാനിൽ തടങ്കലിൽ കഴിഞ്ഞിരുന്ന ഫ്രഞ്ച് പൗരനെ മോചിപ്പിച്ചു. ഒമാന്റെ ഇടപെടലാണ് ലോയിസ് എർനൌഡ് എന്നയാളുടെ മോചനത്തിലേക്ക് എത്തിയത്. ഇദ്ദേഹം നാട്ടിലെത്തിയതായി ഫ്രഞ്ച് അധികൃതർ അറിയിച്ചു. ലൂയിസ് എർനൌഡിന്റെ മോചനത്തിന് ഇടപെട്ട ഒമാൻ സർക്കാരിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നന്ദി അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ ഒമാനി സുഹൃത്തുക്കൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റുള്ളവർക്കും നന്ദി അറിയിക്കുകയാണെന്ന് മാക്രോൺ എക്സിൽ കുറിച്ചു. തടവിലുള്ള ഫ്രഞ്ച് തടവുകാരായ സെസ്ലി, ജാക്വേസ്, ഒളിവിയർ എന്നിവരെ കൂടി മോചിപ്പിക്കാൻ ഇറാനോട് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിലും പ്രചാരണത്തിലും പങ്കെടുത്തു എന്നാരോപിച്ച് 2022 സെപ്റ്റംബറിലാണ് 30 വയസ്സുകാരനായ ലൂയിസ് എർനൌഡ് ഇറാനിൽ അറസ്റ്റിലാകുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് സോൺ കലാലയം സാംസ്കാരിക വേദി പാനൽ ചർച്ച സംഘടിപ്പിച്ചു. ആധുനിക യുവത്വവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ പരിസ്ഥിതി സംരക്ഷണത്തിലും പരിസര ശുചീകരണത്തിനുമുള്ള പ്രവാസികളുടെ പങ്ക് ചർച്ചയായി. ദാഖിലിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ വിൽക്കുന്ന കടയിൽ മോഷണം. സംഭവത്തിൽ ദാഖിലിയ ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏഷ്യൻ രാജ്യക്കാരനായ ഒരു വിദേശിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. പ്രതികളിൽ വിദേശികളും ഉൾപ്പെടുന്നു.